ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ എനിക്കിപ്പോൾ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാനും ഇടാനും പറ്റാത്തത് കൊണ്ട് ജസ്റ്റ് ഞാൻ എൻ്റെ അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗമാണിത്. എൻ്റെ അടുത്ത് തന്നെയാണ് വീടിൻ്റെ. അപ്പോൾ മോനെക്കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളോട് കഥയും കൂടെ പറഞ്ഞ് വീഡിയോ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാമെന്ന്, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ഇത്രയും ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അത്രയും അധികം പേര് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം തന്നെ എൻ്റെ പടച്ച റബ്ബിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാതിരുന്നതും അതായത് അസ്രായിൽ എന്നെ വെറുതെ വിട്ടതും നിങ്ങളൊക്കെ സ്നേഹം പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ എൻ്റെ റബ്ബിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. പിന്നെ ഞാൻ എന്താണ് കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ, കമൻറ്റ് ബോക്സിൽ ഒട്ടുമിക്ക ആൾക്കാരും എന്നോട് അതിലെഴുതിയിട്ടുള്ള കമൻറ്റാണ് കണ്ണേറ് തട്ടിയതായിരിക്കുമെന്ന്. പിന്നെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതിന് ഫുൾ വീഡിയോ ഒന്നും നിങ്ങൾ പണിയെടുക്കുന്ന വീഡിയോ ഇതിൽ ആഡ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എൻ്റെ പൊന്നു സഹോദരിമാരെ, എല്ലാവരോടും എനിക്ക് പറയാൻ ഒരു വാക്കേ ഉള്ളൂ. ഞാൻ എടുക്കുന്ന പണി മുഴുവനായിട്ടും ഇതുവരെയും ഞാൻ ഒരു വീഡിയോയിലും പോസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് നിങ്ങളുടെ മുമ്പിൽ വെറും 10-15 മിനിറ്റിന് ഉള്ളിലുള്ള വീഡിയോ മാത്രമേ ഞാൻ അപ്ലോഡ് ആക്കാറുള്ളൂ. അതായത് ചില ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ 1 മണി വരെ പണിയെടുത്ത ദിവസങ്ങളുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെറും 10-15 മിനിറ്റിനുള്ളിലെ വീഡിയോ മാത്രമേ ഞാൻ അപ്ലോഡ് ആക്കലും. കാര്യമായിട്ട് അതിൽ നിന്ന് കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാറുള്ളൂ. ഫുൾ വീഡിയോ ഞാൻ ഒരിക്കലും അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്നെക്കൊണ്ട് അത് അപ്ലോഡ് ചെയ്യാൻ കഴിയൂല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ പണി നടക്കൂല. വീഡിയോ എടുത്തിട്ട് നിന്നാൽ പരമാവധി കുറച്ച് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. ഒരുപാട് പേര് അതിൽ കണ്ണേറ് വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഈ പ്രശ്നം എനിക്ക് വരുന്നത് അതായത് ഒരു 17 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓരോ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഓരോരുത്തരും പറയുന്നതാണ് കണ്ണേറായിരിക്കും എന്ന്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 വർഷത്തോളം ആയിട്ടുള്ളൂ. അതിന് മുന്നേയും എനിക്ക് പല രോഗങ്ങളും പല സംഭവങ്ങളും വന്നിട്ടുമുണ്ട്. അപ്പോഴൊക്കെ പല ആൾക്കാരും എന്നോട് പറയല് കണ്ണേറായിരിക്കുമെന്ന്. കണ്ണേറ് കൊള്ളാൻ മാത്രം എന്നിൽ ഒന്നും കാണുന്നുമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കണ്ണേറിൽ എനിക്ക് വിശ്വാസമില്ല. കണ്ണേറിൽ എനിക്ക് നല്ല പോലെ വിശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് കണ്ണേറ് കൊള്ളാൻ മാത്രം ഒന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്നേക്കാൾ ഒരുപാട് ആൾക്കാരുടെ വീഡിയോ ഞാൻ കാണലുണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ടാണ് എനിക്കും ഇങ്ങനെയൊക്കെ ഓരോന്നിലേക്കും കയറി പറ്റാനും ഒക്കെ തോന്നുന്നത്. പിന്നെ അവരൊക്കെ വീഡിയോ എന്നെക്കാളും ഒരുപാട് പേര് രാവിലെ മുതൽ രാത്രി വരെ പഠിക്കാൻ പോകുന്നു, ജോലി ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്നു. അങ്ങനെ പല വിധത്തിലും കൂടി ഓരോരാളും ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഓരോന്ന് കണ്ട് നമ്മൾ അഡിക്റ്റ് ആകുമ്പോഴല്ലോ നമുക്കും ഓരോ മാറ്റങ്ങൾ വരുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും മാറിയിട്ട് ഓരോ ലെവലിലേക്കങ്ങ് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയും യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നതായിട്ടാണെന്ന്. യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതിന് മുന്നേയും ഒരു കാലം എനിക്കുണ്ടായിരുന്നു. യൂട്യൂബിൽ വീഡിയോസ് ഞാൻ ശരിക്കും അപ്ലോഡ് ഡെയിലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-5 മാസമേ ആയിട്ടുള്ളൂ. 5-6 വർഷം മുന്നേ തുടങ്ങിയ യൂട്യൂബ് ചാനലാണെങ്കിലും വീഡിയോസൊന്നും ഞാൻ ഇടാണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് റീച്ചോ കാര്യമോ ഇല്ലായിട്ട് ഞാൻ നിർത്തിയിട്ട് പോയതാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ. പിന്നെ അതിന് മുന്നേയും ഞാൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പല രോഗങ്ങളും വന്നിട്ടുണ്ട്. അപ്പോഴും എല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്കാണ് കണ്ണേറ്. പക്ഷേ കണ്ണേറ് ഉണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കണ്ണേറ് കൊള്ളേണ്ടതെന്ന്. എൻ്റെ ഉമ്മ മരിക്കുന്നതിൻ്റെ 2.5 മാസം മുന്നേ എനിക്ക് വായിലിട്ട് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മ മരിക്കുന്നതിൻ്റെ 9 ദിവസം മുന്നേ, കറക്റ്റ് പറയുകയാണെങ്കിൽ 9 ദിവസം മുന്നേ എന്നെ ഉമ്മ കുളിപ്പിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും എല്ലാവരും പറഞ്ഞത് കണ്ണേറാണെന്ന്. ഓരോ അപകടങ്ങളും ഓരോ രോഗങ്ങളും, ഇനി ഞാൻ അനുഭവിക്കാത്ത രോഗങ്ങളില്ല, വേദനകളില്ല, യാതനകളില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇനി എനിക്ക് ഒരേ ഒരു വേദന മാത്രമേ സഹിക്കാനുള്ളൂ, മരണവേദന. അത് മാത്രമേ ഇനി ഞാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ വേദനയും ഈ 17 വർഷത്തിൻ്റെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ണേറ് ഉണ്ടാവുമായിരിക്കും. അതിനുള്ള പലതും ഞാൻ ചെല്ലാറുണ്ട്, ഓതാറുണ്ട്, ഒക്കെ ഉണ്ട്. എൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഇപ്പം കണ്ണേറിനൊക്കെ മന്ത്രിച്ചൊക്കെ തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സംഭവിച്ചത് കണ്ണേറല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില അസമയത്തുള്ള നമ്മളെ യാത്ര,
പഴയ ആൾക്കാർ ഇങ്ങനെ പറയൂലേ ആ സമയത്ത് യാത്ര ചെയ്യാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ, അതായത് ചീമേനി കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട് തുറവ് എന്ന് പറഞ്ഞിട്ട്, ആ സ്ഥലത്ത് വെച്ചാണ് എനിക്ക് അപകടം സംഭവിച്ചത്. ആ സംഭവിക്കുന്ന സമയം 6:45 കഴിഞ്ഞതിന് ശേഷമാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനുള്ളൊരു സമയമാണ്. ഞാൻ വീണ ആ സ്ഥലം ഒരു പൈശാചികമായ ഒരു സ്ഥലമാണ്. അവിടെ വീണ ഒരാളും ബാക്കിയാകലില്ല, മരണപ്പെട്ടു പോകാറാണ് പതിവ് എന്നാണ് പറഞ്ഞത്. കാരണം ഏതോ ഒരു അദൃശ്യ ശക്തി അവിടെയുണ്ട്, അത് വെളിച്ചങ്ങ് ഇടുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. ആ സമയത്ത് എനിക്ക് ബോധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുവരെ നല്ല രീതിയിൽ വണ്ടി ഓട്ടിയ ഞാൻ ആ സമയത്ത് പെട്ടെന്നൊരു കണ്ണിലൊരു മിന്നായം പോയ പോലെ പോയി അങ്ങ് തെറിച്ചങ്ങ് വീണതാണ്. വണ്ടീൻ്റെ അവസ്ഥ കണ്ടാൽ ഞാൻ വരെ ബാക്കിയാകൂല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. ഫുള്ള് കാലിനും കൈക്കും ഒട്ടാകെ ഫുൾ പരിക്ക് തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ കാലിൻ്റെ ലെഗ്മെൻറ്റിന് പ്രശ്നമായിട്ട് ഇങ്ങനെ കിടത്തത്തിലാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൈയിൻ്റെ വിരലിന് സ്റ്റിച്ചും ഉണ്ട്. അപ്പോൾ പഴയ ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ചില സമയത്തുള്ള നമ്മളെ യാത്ര പരമാവധി നമ്മൾ ഒഴിവാക്കണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ 5 മിനിറ്റുള്ള വീഡിയോ 6 മിനിറ്റുള്ള വീഡിയോയിൽ അതൊന്നും മതിയാവൂല. അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള വീഴ്ചയിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.